ഗുഡ് ഈവനിങ്. മീഡിയ ടീമിനോടൊപ്പം ഉള്ളത് രണ്ട് പ്രമുഖ വ്യക്തികളാണ്. ഒന്ന് നമ്മുടെ ഷറഹബിൽ ജെയ്, അതേപോലെ ബുർഹാനുദ്ദീൻ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ ഇത് ഷറഹബിൽ ജെയ് PWD. ഈ കാണുന്ന എല്ലാ സജ്ജീകരണങ്ങളും പിന്നിൽ അഹോരാത്രം ഇവരുടെ ശ്രമം ഉണ്ടായിരുന്നു. ജെയ്മാരെല്ലാം കൂടി ശ്രമിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി PWD ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത്രയും വിജയിച്ചതെന്ന് 100% നമുക്ക് പറയാം. സാറേ, ആ തുടക്കം ഒരു ആകാംക്ഷയായിരുന്നല്ലോ, നമുക്ക് ഇങ്ങനെ എല്ലാം ആകുന്നുള്ളത്. പക്ഷെ ഇപ്പൊ എല്ലാം ഹാപ്പിയാണ്, നല്ല രീതിയിൽ നടന്നിന് ഇല്ല. അപ്പൊ എങ്ങനെ കാണേണ്ടതിനെ? ഏതല്ല, വളരെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ കുറെ ടൈം ആദ്യം നമുക്ക് വന്ന ഡേറ്റ് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കുറെ കൂടുതൽ കിട്ടിയപ്പോ കാലാവസ്ഥ പ്രതികൂലമായത് നമുക്ക് അനുകൂലമായി. ശരിക്കും പറഞ്ഞാൽ അതാണ് അങ്ങനെ ഒരു ഇത് കിട്ടി. അതുകൊണ്ട് ഒരുപാട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. ഗ്രൗണ്ടിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട്? ആദ്യം എല്ലാവരും ഭയങ്കര കുറ്റം പറഞ്ഞില്ല, ഇപ്പൊ ഇത്രയും ഇവന്റ് നടന്നിട്ടും ഗ്രൗണ്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇപ്പോൾ വന്ന ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഗ്രൗണ്ട് നല്ലതാണ്, ഒരുപാട് മീറ്റർ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രൗണ്ടിനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. ഒരുപാട് മീറ്റർ റെക്കോർഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ വന്ന ടീം മിക്കവാറും പറഞ്ഞ ഈ ഗ്രൗണ്ട് അത്രയ്ക്കും പെർഫെക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടുകാരുടെ ഒരു ആകാംക്ഷ എന്തായിരുന്നു, ഗ്രൗണ്ട് മോശമാണ്, അങ്ങനെ ആയിപ്പോ ഇങ്ങനെ ആയിപ്പോ. പക്ഷെ ഇതുവരെ ആയിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം അതിന് വ്യക്തമായ തെളിവാണ് മീറ്റർ റെക്കോർഡ്സ്. നല്ല മീറ്റർ റെക്കോർഡ്സ് ഈ ജമ്പിങ്ങിലാണെങ്കിലും മറ്റേ റണ്ണിങ്ങിലാണെങ്കിലും എല്ലാം ലഭിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നല്ലൊരു ഇതാണ്. അത് മാത്രമല്ല ഈ വോളിബോൾ കോർട്ടും അതുപോലെ ഈ ബീച്ച് വോളിബോൾ ഉണ്ട്. അതെ അതെ സാർ, നല്ല രീതി. താങ്ക് യു. അപ്പോൾ ഇവിടെ ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇലക്ട്രിസിറ്റി കാര്യം, നിങ്ങൾ എത്രയോ രാത്രി പണിയെടുത്തിട്ടാണ് ഈ ലൈറ്റൊക്കെ സജ്ജീകരിച്ചത്, ശരിയില്ലേ? ഓ, അപ്പൊ ആരെ സപ്പോർട്ട്? നിങ്ങളെ ജെയ്മാരെ അത്തരം സപ്പോർട്ട് ഫുൾ ജെയ്മാരുണ്ടാഞ്ഞ. പിന്നെ അതുപോലെ അവിടെ ഇലക്ട്രിസിറ്റി കടുമത്തുള്ള മമ്പങ്ക ഉണ്ടാഞ്ഞ. മമ്പങ്കാണ് ഏറ്റവും കൂടുതൽ. ഹമീദ് സാറ്. ഹമീദ് അതാണ്. ഹമീദ് ഒരു മാസം മുന്നേ തന്നെ ഇവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റും എല്ലാം എല്ലാ പോസ്റ്റും ഒരു 15ഓളം പോസ്റ്റ് എല്ലാം പുതിയ ഇവിടേക്ക് ഈ സൈഡേക്ക് തന്നെ ഇട്ട്. കാരണം ഇവിടെ ഇങ്ങനത്തെ റൗണ്ട് ആയ പരിപാടി നടക്കണോണ്ടല്ല. അങ്ങനെ കുറേ ഒരു മാസം മുന്നേ തന്നെ ഇവിടെ പണിക്കും വേണ്ടി ഇതിനാ ചുറ്റും ഉണ്ടാഞ്ഞ്. പിന്നെ ഒരു കാര്യം, ഹമീദ് സാറിന്റെ കൂട്ടക്കാരെന്ന് പറയുമ്പോൾ എപ്പോഴും അവർ പ്രഷറിലാണ്. കാരണം ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ഷോർട്ടേജ് ഉണ്ടാവും. പിന്നെ കേബിൾ ഷോട്ട്, അതെല്ലാം രാത്രി വൈകുവോളം ഇവർ പണിയെടുക്കും ആ ഇലക്ട്രിസിറ്റി ഇതിൽ. പിന്നെ ഖേദകരമായൊരു സംഭവം ഉണ്ടായിരുന്നു ഇവർക്ക് വേദനിപ്പിക്കുന്നത്. കാരണം ഇവന്റ് നടക്കുന്ന നമ്മുടെ ഇവന്റ് നടക്കുന്ന 2-3 ദിവസം മുമ്പാണ് ഈ ലൈറ്റ് കംപ്ലീറ്റ് ഫ്ലഡ് ലൈറ്റ് ഭൂരിഭാഗം പെട്ടെന്ന് അടിച്ചു പോകുന്നത്. അതായത് വോൾട്ടേജിന്റെ വേരിയേഷൻ എന്തോ കാരണം കൊണ്ട് ഇവർ കംപ്ലീറ്റ് ഡൗൺ ആയി. അന്ന് കരഞ്ഞവരൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. ആ സംഭവം എന്ന് പറഞ്ഞു. അത് ഓരോ നമുക്ക് പ്രതീക്ഷിക്കാം. ഇലക്ട്രോണിക് സാധനത്തൊന്നും കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാതാണ് പണി കിട്ടുക. അങ്ങനെ സംഭവിച്ചാണ്. പിന്നെ നമ്മ കൂടെയുള്ള പണിക്കാർ ഒരു ധൈര്യവും ഇതുകൊണ്ടാണ് പിറ്റത്തെ ഷിപ്പിൽ തന്നെ നമുക്ക് സാധനം കൊണ്ടുവരികയും എല്ലാം അപ്പം തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മ കൂടെ വർക്ക് ചെയ്യുന്ന മക്കളെ ഇതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ എല്ലാം റെഡിയാക്കി. പോസ്റ്റ് ഒന്നും 9 മീറ്റർ ഉള്ളതാണ്. അതിനെ ചേറി പണി എടുക്കണമെന്ന് കഴിഞ്ഞാൽ കുറേ റിസ്ക് ആണ്. അതെല്ലാം നമുക്ക് അവളെ ധൈര്യത്തോടു കൂടി തന്നെ നമുക്ക് ചെയ്ത് തീർത്ത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് താങ്ക്സ്. ഓക്കെ. അത് മാത്രമല്ല, ഈ ഒരു നൈറ്റ് ഇവന്റ് ആണ് ഇപ്പോൾ നടന്നത്. 10 ദിവസത്തോളം നൈറ്റിൽ ഈ കളികളെല്ലാം നടന്നു. പക്ഷെ ഒരിക്കൽ പോലും ഒരു പവർ കട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ഒരു സമയത്ത്. അതിന് മുമ്പ് ഇഷ്ടംപോലെ പവർ കട്ടെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മെഷീൻ്റെ മെയിൻ്റനൻസും പുതിയ മെഷീൻ ഇൻസ്റ്റാളേഷൻ എല്ലാം നടന്നതുകൊണ്ട് ഭംഗിയായിട്ട് ഇത് ഇത്ര വരെ ഒരു പ്രശ്നം അനുഭവപ്പെട്ടില്ലല്ലോ. ഇല്ല അവൻ്റെ പ്രശ്നമേ ഇല്ല. എല്ലാം അങ്ങനെ മറ്റത്ത് തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ടീം അവിടെ അലേർട്ടാണ്. പവർ ഹൗസിലും ബാക്കിയുള്ള ലൈനിലെല്ലാം അലേർട്ട് ആയതുകൊണ്ടാണ് ഹമീദ് സാറിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ പ്രത്യേകം എടുത്ത് പറയുന്ന. സാറിനെ വിളിച്ചിരുന്നു, പക്ഷെ സാറ് ഇത് ഫംഗ്ഷനിലായതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല, ശരിയില്ല? ഓ തീർച്ചയായിട്ടും അത് തന്നെ. അപ്പോൾ അതുപോലെ നമ്മുടെ നിയമത്തി ജയ്, പിന്നെ ഹമീദ് സാറ്, ഇവരെ എന്തായാലും അഭിനന്ദിച്ചാൽ യാസിൻ ജയ്, ഓക്കെ, ഇവരൊക്കെ അഭിനന്ദിച്ച് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. പിന്നെ നമ്മുടെ BDO സാറ്, അതായത് TP മുഹമ്മദ് സാറ്, അവരെല്ലാം ഡെഡിക്കേഷൻ കാരണമാണ്, മേൽനോട്ടമാണ് ഇത്രയും ഭംഗിയായി ഇവിടെ പരിസമാപിക്കാൻ കാരണമായത്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സാർ പ്രതികരിച്ചതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹലോ, അസ്സലാമു അലൈക്കും. ನನ್ನ പേര് സാജിദ, കോൺട്രാക്ടർ ഫ്രം മെനി. ഈ ഗ്രൗണ്ടും വോളിബോൾ കോർട്ടും എന്നെ വർക്കാനെ നല്ല മനോഹരമാക്കി വിജയിപ്പിച്ചു. ഒരുപാട് നെഗറ്റീവ് എനർജികൾ പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും മൈൻഡ് ചെയ്തില്ല. നല്ല ചാലഞ്ചായിട്ടുള്ള രീതിയിൽ ഇതാക്കി. ഇവിടുത്തെ ഗവൺമെൻറ് എംപ്ലോയീസ് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. നല്ല സപ്പോർട്ടായിരുന്നു. എംപ്ലോയീസിന് ടീച്ചേഴ്സിന് പറയുന്ന ഒരുപാട് നല്ല സപ്പോർട്ടുകളുണ്ടായിരുന്നു. ലോക്കൽ സപ്പോർട്ട് കുറവാണെങ്കിലും അവസാന നിമിഷത്തിൽ വന്ന് സഹായിച്ചിട്ടുണ്ട്, ഇല്ലെന്നില്ല. അപ്പം ഇനിയും കുറേ നല്ല മാറ്റങ്ങൾ വരട്ടെ
വീണ്ടും വർക്കെടുത്ത് വിമർശനം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. വീണ്ടും പ്രതീക്ഷിക്കുന്നു ഇതേപോലത്തെ കാര്യങ്ങൾ വീണ്ടും വർക്കെടുത്ത് മുന്നോട്ട് തന്നെ കിളുത്തൻ ദ്വീപിലേക്ക് വരും ഇൻഷാ അല്ലാ.